Hi everyone, welcome back to Grow Malayalam. ഇപ്പോൾ റീസണബിൾ പ്രൈസിൽ ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് എല്ലാവർക്കും ഇഷ്ടമുള്ള സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ജസ്റ്റ് സെയിൽസിലേക്ക് മാത്രമല്ല, ഇപ്പോൾ മാർജിൻ കൺസിസ്റ്റന്റ്ലി ഇംപ്രൂവ് ആകുമ്പോഴാണ് ബിസിനസ് ശരിക്കും പ്രൈസിംഗ് പവർ അല്ലെങ്കിൽ റിയൽ എഫിഷ്യൻസി കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് സ്റ്റോക്സിന് കഴിഞ്ഞ 2 വർഷത്തിൽ റവന്യൂ കൂടിയെന്ന് മാത്രമല്ല, അവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നല്ലപോലെ എക്സ്പാൻഡ് ചെയ്ത സ്റ്റോക്സ് ആണിത്. അപ്പം ഈ ഒരു ട്രെൻഡ് സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതോ ഇത് ജസ്റ്റ് ഒരു സൈക്ലിക്കൽ അപ്ടിക് ആയിട്ട് മാറുമോ എന്നുള്ളത് നോക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കമ്പനി BLS ഇന്റർനാഷണൽ സർവീസസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ BLSന്റെ പാർട്ടാണ് BLS ഇന്റർനാഷണൽ സർവീസസ് ലിമിറ്റഡ്. അപ്പോൾ ഇത് ലോകത്തെ ഏറ്റവും വലിയ വിസ ഔട്ട്സോഴ്സിംഗ് പ്ലേയേഴ്സിൽ ഒരാളാണ്. ഇനി നമുക്ക് കമ്പനിയുടെ വേർട്ടിക്കൽസ് നോക്കാം. അപ്പോൾ ആദ്യത്തെ വേർട്ടിക്കൽ വിസ ആൻഡ് കോൺസുലർ സർവീസ് ആണ്. ഇപ്പോൾ 2025 ഫൈനാൻഷ്യൽ പ്രകാരം റവന്യൂയിലേക്ക് 75% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ BLSന്റെ മെയിൻ സെഗ്മെന്റ് ആണിത്. അപ്പോൾ കമ്പനി 70 രാജ്യങ്ങളായിട്ട് 46-ലധികം ഗവൺമെന്റ് ക്ലയൻസിനായിട്ട് G2C വിസ സർവീസ് നൽകുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സർവീസിൽ വരുന്നതാണ് വിസ പ്രോസസിംഗ്, ബയോമെട്രിക് കളക്ഷൻ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അറ്റസ്റ്റേഷൻ, അതുപോലെ ബാക്കി റിലേറ്റഡ് സർവീസസും. ഇനി സെക്കൻഡ് വേർട്ടിക്കൽ ഡിജിറ്റൽ സർവീസസ് ആണ്. റവന്യൂയിലേക്ക് 25% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വേർട്ടിക്കൽ ഇന്ത്യയിലെ ഗ്രാസ് റൂട്ട് ലെവലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കമ്പനി G2C, B2C, B2B കാറ്റഗറിയിൽ 700-ലധികം സിറ്റിസൺ സെൻട്രിക് സർവീസ് നൽകുന്നുണ്ട്. ലൈക്ക് ഇപ്പം ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ്, പാൻ അല്ലെങ്കിൽ ആധാർ എൻറോൾമെന്റ്, ബർത്ത് അല്ലെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് എല്ലാം. അപ്പോൾ ഇവരുടെ ക്ലയന്റിൽ വരുന്നതാണ് ടോപ്പ് ബാങ്കുകളായ SBI, PNB, അതുപോലെ HDFC, ഡൈവേഴ്സിഫൈഡ് ബാങ്കിംഗ് നെറ്റ്വർക്കിന്റെ ഒപ്പം. അപ്പോൾ ഏകദേശം റവന്യൂന്റെ 4/1 ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. 65% മിഡിൽ ഈസ്റ്റ് അതുപോലെ നോർത്ത് അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ സെഗ്മെന്റ് വൈസ് പ്രോഫിറ്റബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ വിസ ആൻഡ് കോൺസുലർ സർവീസ് സെഗ്മെന്റ് സ്ട്രോങ് മാർജിൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ PBT റവന്യൂന്റെ 32% കൂടുതലാണ്. അതേസമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ സർവീസ് സെഗ്മെന്റ് PBT മാർജിന്റെ ഏകദേശം 12.4% മാത്രമാണ് ഉള്ളത്. ഇനി നമുക്ക് ഫൈനാൻഷ്യൽ പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനി കഴിഞ്ഞ 3 വർഷത്തിൽ തുടർച്ചയായിട്ട് അവരുടെ റവന്യൂ വളർത്തിയിട്ടുണ്ട് 37% CAGR-ഓടെ. കൂടാതെ അവർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 2021 9%-ൽ നിന്ന് 2025 ഫൈനാൻഷ്യലിൽ 29% കൂടി. അപ്പോൾ ഇത് സ്ട്രക്ചറൽ ഇംപ്രൂവ്മെന്റ് ആണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതേസമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 2 തവണ വളർന്ന് 66% CAGR-ഓടെ. 2025 ഫൈനാൻഷ്യലിൽ കമ്പനി 2193 കോടി റവന്യൂ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയർ ഓവർ ഇയർ 30.8% ഗ്രോത്തോടെ. ഇപ്പോൾ വിസ വോളിയം 31% കൂടി 37 ലക്ഷമായി. അപ്പോൾ ഇതിന് കാരണമായത് റവന്യൂ പെർ ആപ്ലിക്കേഷൻ 35% കൂടി പെർ ആപ്പ് 2903 രൂപ എത്തി. അപ്പോൾ ഹയർ സർവീസ് ഫീ അതുപോലെ വാല്യൂ ആയിട്ട് സർവീസ് കാരണമാണിത്. ഇനി നമുക്ക് എക്സ്പെൻസ് നോക്കാം. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 18% കൂടി, പക്ഷേ കോസ്റ്റ് ഓഫ് സർവീസ് 2.3% കൂടിയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് കാരണം കമ്പനി പാർട്ട്ണർ ലെഡ് മോഡലിൽ നിന്ന് സെൽഫ് മാനേജ് മോഡലിലേക്ക് മാറിയതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സ്റ്റാഫ്, റെന്റൽ, അതുപോലെ തന്നെ അഡ്മിൻ എക്സ്പെൻസ് എല്ലാം അതർ എക്സ്പെൻസിലേക്ക് റിഫ്ലക്റ്റഡ് ആണ്. അപ്പോൾ ഇത് ടോട്ടൽ സെയിൽസിന്റെ 11.5% കൺട്രോൾ ചെയ്തു. അപ്പോൾ ഇത് കാരണം മാർജിൻ ഇംപ്രൂവ് ആയി. അപ്പോൾ കോസ്റ്റ് ഓഫ് സർവീസ് ആസ് എ പെർസെന്റേജ് ഓഫ് സെയിൽസ് 57.5% നിന്ന് 45% കുറഞ്ഞു. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 81% കൂടി 629 കോടിയിലേക്ക് എത്തി. അപ്പോൾ എക്സ്പെൻസ് കുറഞ്ഞതും അതുപോലെ തന്നെ റവന്യൂ കൂടിയതും വഴി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 800 ബേസിസ് പോയിന്റ്സ് ഇംപ്രൂവ് ആയി. ഇപ്പം 28.7%. ഇനിയിപ്പം വേറൊരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് കോസ്റ്റ് 9 ഇരട്ടിയായി, ഡിപ്രീസിയേഷനും 2 ഇരട്ടി കൂടി. ഇപ്പോൾ ബോറോയിങ്സ് കൂടിയതും അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ് എക്സ്പാൻഷൻ കാരണമാണിത്. എന്നാൽ ഇപ്പോൾ നമ്മൾ ബോട്ടം ലൈൻ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇയർ ഓവർ ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ 65.6% ഗ്രോത്തോടെ 540 കോടി എത്തിയിട്ടുണ്ട്. ഇപ്പം ഫ്യൂച്ചർ പൊട്ടൻഷ്യലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് കമ്പനിയുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. ഗ്ലോബൽ വിസ ഔട്ട്സോഴ്സിംഗ് മാർക്കറ്റ് പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. 14% CAGR ആണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ 2028 ആകുമ്പോഴേക്കും 71,000 കോടി എത്താം. അതേസമയത്ത് ഗ്ലോബൽ ടൂറിസം ഇൻഡസ്ട്രി 5.5% CAGR-ലാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ 2032 ആകുമ്പോഴേക്കും $18.4 ട്രില്യൺ എത്തും എന്നാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വിസ ആപ്ലിക്കേഷൻ വോളിയത്തെ ഡയറക്ട്ലി സപ്പോർട്ട് ചെയ്യും. ഇനി ട്രാവൽ ഇൻഡസ്ട്രിയുടെ ലോങ് ടേം ഔട്ട്ലുക്കും സെയിം ആണ്. അടുത്ത 20 വർഷത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ 42,000-ൽ കൂടുതൽ എയർക്രാഫ്റ്റിന് ഡിമാൻഡ് വരുമെന്നാണ് പ്രൊജക്ഷൻ. അപ്പോൾ ഇത് സസ്റ്റെയിൻ ഗ്രോത്തിന്റെ ക്ലിയർ സിഗ്നൽ ആണ്. അപ്പോൾ വിസ ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ എൻട്രി ബാരിയർ ഉള്ള മാർക്കറ്റാണ്. അപ്പോൾ നിലവിൽ 40% വിസ ഔട്ട്സോഴ്സിംഗ് മാത്രമാണ് ഔട്ട്സോഴ്സ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ 2010 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് 22% ആയിരുന്നു. അപ്പോൾ ഈ ഒരു 2.6 ബില്യൺ ഇൻഡസ്ട്രിയിൽ VFS ഗ്ലോബൽ 50 മുതൽ 55% ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. BLS അതുപോലെ TLS കോൺടാക്ടിന് 10 മുതൽ അതുപോലെ 15% വെച്ച് മാർക്കറ്റ് ഷെയർ ഉണ്ട്. അപ്പോൾ ഇത് കമ്പനിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ കോൺസുലേറ്റ് കോസ്റ്റ് എഫിഷ്യൻസിക്കായിട്ട് ഔട്ട്സോഴ്സിംഗ് പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാനേജ്മെന്റ് പറയുന്നത് ഫോർമൽ ഗൈഡൻസ് നൽകാതെ ഒരു 15 മുതൽ 20% ആനുവൽ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് അവർ ലക്ഷ്യം വെക്കുന്നതെന്നാണ്. ഈ ഒരു ഗ്രോത്തിന്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ സ്ട്രാറ്റജിക് അക്വിസിഷൻസ് ലൈക്ക് ഇപ്പോൾ iData, സിറ്റിസൺഷിപ്പ് ഇൻവെസ്റ്റ്, അതുപോലെ തന്നെ ആഡിഫിഡലിസ് ജോഗ്രഫിക്കൽ ഫുട് പ്രിന്റ്സ്, അതുപോലെ തന്നെ റവന്യൂ സ്ട്രീം 2 എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലോബൽ ബിഡിംഗ് മൊമെന്റം സ്ട്രോങ് ആണ്. അപ്പോൾ അടുത്ത 12 മുതൽ 18 മാസത്തിലായിട്ട് 8,500 കോടിയുടെ ടെൻഡറോടെ
ഇപ്പോൾ ഡിജിറ്റൽ എക്സ്പാൻഷൻ, ന്യൂ ടച്ച് പോയിന്റ്സ്, അതിൽ വാല്യൂ ആഡഡ് ഓഫറിംഗ്സ് ലൈക്ക് ഇപ്പോൾ ബാങ്കിങ്, ഇൻഷുറൻസ്, അതിലെ സിറ്റിസൺ സർവീസസ് ബിയോണ്ട് വിസയും ശ്രദ്ധ കൊടുക്കുന്നുണ്ട് അവർ. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കാം. ഇപ്പോൾ 2025 ഫൈനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഏകദേശം 9.7x ആണ്. അതായത് എല്ലാ 1 രൂപ അസറ്റ് ബേസിനും 9.7 രൂപ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു എഫിഷ്യൻസി പോസിബിൾ ആവുന്നത് എല്ലാ വിസ ആപ്ലിക്കേഷൻ സെന്റേഴ്സിലും ലീസിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അതുപോലെ കമ്പനി ഫിസിക്കലി അസറ്റ്സ് ഒന്നും ഓൺ ചെയ്യുന്നില്ല. അപ്പോൾ ക്യാപിറ്റൽ റിക്വയർമെന്റ് ലോ ആയിട്ട് തന്നെയാണ് വെക്കുന്നത്. ഇപ്പോൾ 2025 ഫൈനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ ബോറോയിങ്സ് 31 കോടിയിൽ നിന്ന് 359 കോടിയിലേക്ക് കൂടി. അതായത് ഏകദേശം 11 ഇരട്ടിയോളം ഇവിടെ കൂടിയിട്ടുണ്ട്. അതേസമയത്ത് ലോങ് ടേം ബോറോയിങ്സ് 0-ൽ നിന്ന് 180 CR ആയിട്ട് കൂടി. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന കമ്പനി അവരുടെ അക്വിസിഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷൻ പ്ലാൻസ് ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പൈസയാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ലീസ് ലയബിലിറ്റീസ് 5 ഇരട്ടിയായിട്ട് കൂടി, 31 കോടിയിൽ നിന്ന് 155 കോടിയിലേക്ക്. അപ്പം ഇതിന്റെ ആദ്യത്തെ കാര്യം വെച്ചാൽ റൈറ്റ് ടു അസറ്റ്സിന്റെ അഡോപ്ഷൻ കാരണമാണ്. ഇപ്പോൾ ഗ്ലോബലി സെൽഫ് മാനേജ് മോഡലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ലയബിലിറ്റീസ് നമ്മൾ നോക്കുമ്പോൾ ബോറോയിങ്സ് ടോട്ടൽ ബാലൻസ് ഷീറ്റിനെ 12.7% അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് ക്യാപ്പായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ജസ്റ്റ് 2%. അപ്പോൾ ഇതിന്റെ അർത്ഥം കമ്പനിയുടെ ഓവറോൾ ഫൈനാൻഷ്യൽ റിസ്ക് കൺട്രോൾഡ് ആണെന്നാണ്. ഇനി നമ്മൾ ക്യാഷ് ഫ്ലോയിലേക്ക് പോകുമ്പോൾ 2025 ഫൈനാൻഷ്യലിൽ നെറ്റ് ക്യാഷ് ഫ്ലോ നെഗറ്റീവ് 131 കോടി രൂപയായിരുന്നെങ്കിലും കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് നല്ലപോലെ കൂടി 185 കോടിയിൽ നിന്ന് 829 കോടിയിലേക്ക്. അതായത് 3 വർഷത്തിലായിട്ട് ഏകദേശം 4.5 ഇരട്ടി കൂടി, 67% CAGR-ഓടെ. അപ്പോൾ ഈ ഒരു ഗ്രോത്തിന്റെ മെയിൻ കാരണം പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻസ് 144 കോടിയിൽ നിന്ന് 702 കോടിയായിട്ട് സെയിം പീരീഡിൽ കൂടിയതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഗ്രോത്തിന്റെ സ്ട്രോങ് ഇൻഡിക്കേറ്റർ CFO ബൈ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് 1ന്റെ മുകളിലായിരുന്നു. ഇപ്പോൾ 2024 ഫൈനാൻഷ്യലിൽ 1.07 ആയിരുന്നു. അത് 2025 ഫൈനാൻഷ്യൽ ആയപ്പോഴേക്കും 1.54 ആയി. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? പ്രോഫിറ്റിനേക്കാളും കൂടുതൽ ആക്ച്വൽ ക്യാഷ് കമ്പനി ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. ഇപ്പോൾ 2025 ഫൈനാൻഷ്യലിൽ ROC 33% ഇംപ്രൂവ് ചെയ്തു. 2023 ഫൈനാൻഷ്യലിൽ 31%. അപ്പോൾ ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്താണ്? ഹയർ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഒഴിച്ചിട്ട് കഴിഞ്ഞ 3 വർഷത്തിൽ തുടർച്ചയായിട്ട് 30% മുകളിലുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്ന കമ്പനിയുടെ പ്രോഫിറ്റ് സ്റ്റഡി ആയിട്ട് വളർന്നു എന്നാണ്, ഈവൻ ദോ സ്ട്രക്ചറിൽ എന്താണ് അഡീഷണൽ ഡെറ്റ് ഉണ്ടായിട്ടും. ഇനി നമുക്ക് ഇവരുടെ ചലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ മെയിൻ ചലഞ്ച് കോൺട്രാക്ട് ഡിപ്പെൻഡൻസിയാണ്. ഇപ്പോൾ കമ്പനിയുടെ മിക്ക കോൺട്രാക്റ്റും ടെൻഡർ ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ 8500 കോടി വരെയുള്ള കോൺട്രാക്ട്സ് എല്ലാം റിന്യൂവബിൾ ആണ്. ഇപ്പോൾ മാനേജ്മെന്റ് പറയുന്നത് പൈപ്പ് ലൈൻ അതിൽ ട്രാക്ക് റെക്കോർഡൊക്കെ സ്ട്രോങ് ആണെന്നാണ്. പക്ഷേ ഈ ഒരു ഫിഗർ നിലവിലെ റവന്യൂവിന്റെ 4 ഇരട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് എക്സിക്യൂഷൻ റിസ്ക് ഇവിടെ കൂടുതലാണ്. കൂടാതെ ഇപ്പം വിസ ബിസിനസ്സിൽ സീസണാലിറ്റി ഉണ്ട്. അതായത് ചില ക്വാർട്ടറിലൊക്കെ ടൂറിസം അതുപോലെ പൊളിറ്റിക്കൽ ചേഞ്ചസ് കാരണം എന്താണ് ഡിമാൻഡ് കൂടും, അതുപോലെ തന്നെ ചിലപ്പോൾ എന്താണ് കുറയാറുമുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു വോളറ്റിലിറ്റി ഒഴിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കമ്പനി ഒരു കൺസിസ്റ്റന്റ് ഗ്രോത്ത് ഇവിടെ മാനേജ് ചെയ്തിട്ടുണ്ട്. കൂടാതെ കമ്പനി ഈ അടുത്ത് ഉള്ള ക്വാർട്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് അക്വിസിഷൻസ് അവർ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഇന്റഗ്രേഷന് എക്സ്പെക്ടഡ് സിനർജി നൽകാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഫ്യൂച്ചർ പെർഫോമൻസിനെ നെഗറ്റീവായിട്ട് ബാധിക്കാം ഇവിടെ. ഇനി നമ്മുടെ അടുത്ത കമ്പനി വരുന്നത് മാസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ്. അപ്പോൾ 1774 ഒരു കമ്പനി തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു മുംബൈ ബേസ്ഡ് കമ്പനി ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴയതും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഷിപ്പ് യാർഡാണ്. അപ്പോൾ ഇന്ത്യയിലെ നവരത്ന സ്റ്റേറ്റസ് ഉള്ള ഒരേ ഒരു ഷിപ്പ് യാർഡാണിത്. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ കമ്പനിക്ക് 800-ലധികം വാർഷിപ്സ്, സബ്മറൈൻസ്, അതുപോലെ കൊമേഴ്ഷ്യൽ ഷിപ്സ് ഒക്കെ അവർ പണിതിട്ടുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ ബിസിനസ് സെഗ്മെന്റ്സ് നോക്കാം. അപ്പോൾ കമ്പനിയുടെ പ്രധാനമായിട്ട് അവർ 2 സെഗ്മെന്റ്സിലാണ് അവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ വരുന്നത് ഷിപ്പ് ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇത് കൊമേഴ്ഷ്യൽ വെസൽസിന്റെ കൺസ്ട്രക്ഷൻ അതുപോലെ റിപ്പയർ ആണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ നേവൽ ഷിപ്സിന്റെ റീഫിറ്റിംഗിന്റെ ഒപ്പം. ഇനി രണ്ടാമത് വരുന്നത് സബ്മറൈൻ ആൻഡ് ഹെവി എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻസിന്റെ ബിൽഡിംഗ്, റിപ്പയർ അതുപോലെ റീഫിറ്റിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ കമ്പനി അവരുടെ ഫൈനാൻഷ്യൽസിൽ സെപ്പറേറ്റ് ഓപ്പറേറ്റീവ് സെഗ്മെന്റ് വൈസ് ഡിസ്ക്ലോഷർ നൽകിയിട്ടില്ല. അതായത് റവന്യൂ അതുപോലെ തന്നെ മാർജിൻ ബ്രേക്കപ്പ് എന്താണ് നമുക്ക് പബ്ലിക്കലി അവൈലബിൾ അല്ല. ഇനി നമുക്കിവിടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനി 26% സെയിൽസ് CAGR നൽകിയിട്ടുണ്ട്. കൂടാതെ മാർച്ച് 2021 മുതൽ മാർച്ച് 2025 വരെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 6% നിന്ന് 18% കൂടിയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 16.4% കൂടി. എന്നാൽ മെറ്റീരിയൽ കൺസപ്ഷൻ കോസ്റ്റ് 10.8% കുറഞ്ഞ് 4530 കോടിയിലേക്ക് എത്തി. അപ്പം ഇത് ഡയറക്ട്ലി മാർജിന് ബെനിഫിറ്റ് ആയിട്ടുണ്ട്. ഇനി കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആസ് എ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് 1404 ബേസിസ് പോയിന്റ് ആയിട്ട് കുറഞ്ഞ് ജസ്റ്റ് 39.6% എത്തി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 306 ബേസിസ് പോയിന്റ് ഇംപ്രൂവ് ആയി 18% എത്തി. ഇപ്പോൾ ഇൻട്രസ്റ്റ് കോസ്റ്റിലും 20% കുറവുണ്ട്. അതിൽ ഹയർ ഡിപ്രീസിയേഷൻ വെച്ച് നെറ്റ് പ്രോഫിറ്റ് 24.6% വളർന്നിട്ട് 2414 കോടി എത്തി. ഇനി നമുക്ക് ഫ്യൂച്ചർ ഔട്ട്ലുക്ക് നോക്കാം. അപ്പോൾ മാസഗോൺ ഡോക്കിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ ഓർഡർ ബുക്ക് ആണ്. അപ്പോൾ നിലവിൽ അത് 32,260 കോടി എത്തി.
അടുത്ത 2 വർഷത്തിൽ 24,000 കോടി റവന്യൂ എക്സ്പെക്ടേഷനോടെ. ഇനിയിപ്പം ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 2 വർഷത്തിൽ ഓർഡർ ബുക്ക് 39,117 കോടിയിൽ നിന്ന് 32,260 കോടിയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു റിഡക്ഷൻ സെയിൽസ് എക്സിക്യൂഷന്റെ കീഴിലാണ് ഫ്രെയിം ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു സെയിം ട്രെൻഡ് ബാലൻസ് ഷീറ്റിലും വിസിബിൾ ആണ്. 2025 ഫൈനാൻഷ്യൽ ഇയറിൽ ഇൻവെന്ററി 5,728 കോടിയിൽ നിന്ന് 4,537 കോടിയായിട്ട് കുറഞ്ഞു. അതായത് ഏകദേശം 21% കുറവ്. അപ്പോൾ ഇത് കാണിക്കുന്നത് ഇൻവെന്ററി പ്ലാനിംഗ് മെച്ചപ്പെട്ടതാണ്. അപ്പോൾ കമ്പനിയുടെ അപ്രോച്ച് സിമ്പിൾ ആണ്, അതുപോലെ എന്താണ് സ്ട്രാറ്റജിക് ആണ്. അപ്പോൾ പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ തന്നെ അവർ പ്രൊക്യൂർമെന്റ് അതിൽ സപ്ലൈ നെഗോസിയേഷൻ ഒക്കെ ഫൈനലൈസ് ചെയ്യും. പക്ഷെ ഇവിടെ ഇൻവെന്ററി കൺട്രോൾ ചെയ്യാനായിട്ട് ഡെലിവറി അവർ ഒറ്റയടിക്കല്ല എടുക്കുന്നത്, അവർ പല തവണയായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മിക്ക റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് മുന്നേ തന്നെ എന്താണ് ലോക്ക് ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പം ഭാവിയിൽ ഇപ്പോൾ വില കൂടാനുള്ള റിസ്ക് ഒക്കെ അവർക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും, അല്ലെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി റിസീവബിൾസ് 1,847 കോടിയിൽ നിന്ന് 1,067 കോടിയായിട്ട് കുറഞ്ഞു. അപ്പോൾ ഇത് കാണിക്കുന്നത് 42% ഇടിവാണ്. അപ്പോൾ ഇത് സ്ട്രോങ് കളക്ഷൻ ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ക്യാഷ് കൺവേർഷൻ സൈക്കിളിലേക്ക് റിഫ്ലക്റ്റഡ് ആണ്. ഇൻവെന്ററി ഡേയ്സ് 605 ദിവസത്തിൽ നിന്ന് 366 ദിവസമായിട്ട് കുറഞ്ഞു. ഓവറോൾ ക്യാഷ് സൈക്കിൾ 285 ദിവസത്തിൽ നിന്ന് 98 ദിവസമായിട്ട് കുറഞ്ഞു. അപ്പോൾ ഇത് കാണിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ടെന്നാണ്. ഇനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ കമ്പനി ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് 684 കോടിയിൽ നിന്ന് 2,078 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. അതായത് 203.8% കൂടി. അപ്പോൾ ഇതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസീവബിൾസ് നല്ല രീതിയിൽ മാനേജ് ചെയ്തു, അതുപോലെ ഹയർ ഇൻവെന്ററി റോൾ ഔട്ടും ആണ്. അപ്പോൾ ഇത് രണ്ടും ക്യാഷ് ഫ്ലോനെ പോസിറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ മാനേജ്മെന്റ് പറഞ്ഞത് P75 പ്രോഗ്രാമിൽ സബ്മറൈൻ ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് 2026 ഫൈനാൻഷ്യൽ സൈൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് നടന്നിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഓർഡർ ബുക്ക് 32,000 കോടിയിൽ നിന്ന് 1,25,000 കോടിയിലധികമായിട്ട് വളരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് P75-1, 17 ബ്രാവോ ഫ്രിഗറ്റ്സും MCMV പ്രോജക്ട്സും കൂടിയിട്ടുള്ള കമ്പൈൻഡ് പ്രോജക്ട്സിൽ നിന്ന് 2 മുതൽ 2.5 ലക്ഷം കോടി വിലയുള്ള പുതിയ ഓർഡേഴ്സ് വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2025 ഫൈനാൻഷ്യലിൽ 20%-ലധികം ഗ്രോത്ത് എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ആണ്. എന്നാൽ മാനേജ്മെന്റ് തന്നിട്ടുള്ള ഗൈഡൻസ് പ്രകാരം മുന്നോട്ടേക്ക് നമ്മൾ പോകുമ്പോൾ ഈ ഒരു ഗ്രോത്ത് നോർമലായിട്ട് ഒരു 8 മുതൽ 10% CAGR ആവുമെന്നാണ്. അപ്പോൾ ഇത് കാരണം പുതിയ മെഗാ പ്രോജക്ട്സ് ഒക്കെ ഏർലി സ്റ്റേജിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത കാലത്തൊന്നും റവന്യൂ കുറയാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കമ്പനി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് 2025 ഫൈനാൻഷ്യൽ കാണിച്ച 27% PBT പോലത്തെ ഹൈ മാർജിൻ ലേറ്റ് സ്റ്റേജ് പ്രോഫിറ്റബിൾ കോൺട്രാക്ട്സ് കാരണം വന്നതാണെന്നുള്ള കാര്യം. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ഈ ഒരു ഹൈ മാർജിൻ ഭാവിയിൽ ഇതുപോലെ ഉണ്ടാവണമെന്നില്ല. ഇനി നമുക്ക് കോമ്പറ്റീഷൻ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മെസഗോൺ ഡോക്ക് ഓപ്പറേഷനിലും അതുപോലെ തന്നെ ഫൈനാൻഷ്യലിയും ലീഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് റിട്ടേൺ റേഷ്യോ അതിൽ വർക്കിംഗ് ക്യാപിറ്റൽ എഫിഷ്യൻസി നമ്മൾ നോക്കിയാൽ. എന്നാൽ ഇവിടെ ഫ്യൂച്ചർ ഗ്രോത്ത് അതിൽ ഭാവിയിൽ ഈ ഒരു മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പുതിയ ഓർഡേഴ്സ് നേടേണ്ടതും അതുപോലെ തന്നെ കറക്റ്റ് സമയത്തുള്ള എക്സിക്യൂഷൻ ഒക്കെ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് ഇവിടുത്തെ റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ലോസ് മേക്കിംഗ് ഓർഡേഴ്സിന്റെ പ്രൊവിഷൻസ് ആണ്. അപ്പോൾ മെസഗോൺ ഡോക്ക് കോസ്റ്റ് ഗാർഡ് FPV അതുപോലെ ഡെൻമാർക്ക് എക്സ്പോർട്ട് കോൺട്രാക്ട്സിനായിട്ട് 532 കോടിയുടെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ചലഞ്ച് പറയുന്നത് ഹൈ സബ് കോൺട്രാക്ടിംഗ് കോസ്റ്റ് ആണ്. നിലവിൽ ഇപ്പം കമ്പനി ഒറ്റയടിക്ക് 27 കപ്പലുകൾ പണിയാണ്. എന്നാൽ ലിമിറ്റഡ് ഇൻഹൗസ് കപ്പാസിറ്റി കാരണം നല്ലൊരു എമൗണ്ട് ഔട്ട്സോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്റ്റേണൽ വർക്ക് ഇൻഹൗസ് എക്സിക്യൂഷനേക്കാളും എക്സ്പെൻസീവ് ആണ്, പ്രത്യേകിച്ച് വലിയ കപ്പലുകളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇത് മാർജിനിൽ പ്രഷർ ഉണ്ടാക്കാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ P75-1 പോലത്തെ മേജർ ഓർഡേഴ്സ് ഒന്നും ഇതുവരെ ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഈവൻ ഇപ്പം പെട്ടെന്ന് സൈൻ ചെയ്താൽ പോലും അടുത്ത 1-2 വർഷം എന്താണ് ഡിസൈൻ ആൻഡ് പ്രൊക്യൂർമെന്റ് സ്റ്റേജിന് വേണ്ടിയിട്ട് ചിലവാക്കും. അപ്പോൾ ഇവിടെ റവന്യൂ റെക്കഗ്നേഷൻ ലിമിറ്റഡ് ആണ്. കൂടാതെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരു കോസ്റ്റ് കോമ്പൻസേഷനും ഉണ്ടാവില്ല. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജാനുവരി 2025 കമ്പനി 70,000 കോടി വിലയുള്ള P75-1 സബ്മറൈൻ കോൺട്രാക്ട് ടൈസൺ ഗ്രൂപ്പിന്റെ കൂടെ ജയിച്ചു. എന്നാൽ ഇവിടെ അതിന്റെ ഡെലിവറി പ്രതീക്ഷിക്കുന്നത് 2032-ലാണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ഈ ഒരു ലോങ് സൈക്കിൾ പ്രോജക്റ്റിന് ഇൻവെസ്റ്റേഴ്സിന് റിട്ടേണിൽ ഒരു ഷോർട്ട് ടേം അപ്ലിഫ്റ്റ് നൽകാൻ വേണ്ടി സാധിക്കില്ല എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ വോളറ്റിലിറ്റിയും കൂടി തന്നെ നിൽക്കും. സോ ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച 2 കമ്പനികൾ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്സിൽ ഏതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രോമിസിംഗ് ആയിട്ട് തോന്നിയത് അത് നിങ്ങൾക്ക് താഴെ കമന്റ്സിൽ നമ്മളോട് മെൻഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്നുള്ള കാര്യം നമ്മൾ എടുത്തു പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.